ഇത് പറന്നെത്തുകയും അതിനുശേഷം ഫ്ലോറിഡ തീരത്ത് നിന്ന് മുകളിൽ പാരഷൂട്ടുകളുടെ സഹായത്തോടെ വളരെ ലളിതമായ വേഗതയിൽ ഏറ്റവും കുറഞ്ഞ വേഗതയിൽ അത് ലാൻഡ് ചെയ്യുകയുമാണ് ചെയ്യുക. അത്തരത്തിലുള്ള നീക്കങ്ങൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം ഒരു നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ അവർ തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജൂണിലാണ് ഇവരുടെ യാത്ര പുറപ്പെട്ടത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പര്യവേഷണത്തിൻ്റെ ഭാഗമായി മാത്രം ഒരു പരീക്ഷണ യാത്രയായി എത്തിയ ഈ യാത്ര ഇപ്പോൾ 9 മാസം കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇക്കോട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം, അതായത് ബഷീർ മൂറിനോടും അതുപോലെ തന്നെ സുധ വില്യംസിനോടൊപ്പം മറ്റു 2 ബഹിരാകാശ യാത്രികർ കൂടിയുണ്ട്. നിക് ഹേഗൻ, അതുപോലെ തന്നെ അലക്സാണ്ടർ ഗോബ്രോവ്. അത്തരത്തിൽ ഈ 4 പേർ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു പേടകമാണിത്. ആ 4 പേർ സഞ്ചരിക്കുന്ന പേടകത്തിൽ തിരിച്ച് അവർ ഭൂമിയിലേക്ക് എത്തുന്നു. നാളെ പുലർച്ചയോടുകൂടി അവർ ഭൂമിയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ സുധ വില്യംസും ബഷീർ മൂറും നേരിടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ ബഹിരാകാശ താമസം സംബന്ധിച്ച് പഠിക്കുമ്പോൾ, ബഹിരാകാശത്തെത്തുമ്പോൾ ഈ എല്ലുകളുടെ തമ്മിലുള്ള അകലം വർദ്ധിക്കുക, അത്തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലം ഇല്ലാത്ത പ്രദേശങ്ങളിൽ താമസിക്കുമ്പോഴുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ സ്പേസ് അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവുണ്ടാവുക, അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കണം അവരുടെ തുടർ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇവരുടെ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അതൊക്കെ തന്നെയാണ് ഇത്രയും കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടായത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇവരുടെ മടക്കയാത്ര ആരംഭിക്കുന്നു. അവർ നാളെ പുലർച്ചയോടെ ഭൂമിയിലെത്തുന്നു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചയോടെ ഭൂമിയിലെത്തുന്നു.